ഈ നഗരത്തിൽ സൗത്ത് പോലീസ് സ്റ്റേഷൻ അടുത്ത് വെച്ച് എനിക്കുള്ളൊരു ഏക പ്രചരണ വാഹനത്തിനെതിരെ ഒരു കയ്യേറ്റവും ഒരാക്രമണ ശ്രമവും നടത്തിയിട്ടുണ്ടായി. അത് നമ്മൾ മനസ്സിലാക്കിയത് CATU എന്ന് പറഞ്ഞ സംഘടനയുടെ പേരിൽ ചില ക്രിമിനലുകൾ നടത്തിയതായിരുന്നു ആക്രമണം. അപ്പോൾ ആക്രമണത്തിൻ്റെ ഭാഗമായി വളരെ മോശമായ ഭാഷയിലുള്ള സംസാരങ്ങൾ പറയുകയും നമ്മുടെ വാഹനം കത്തിച്ചു കളയുമെന്നും ആലപ്പുഴ വിട്ടുപോകണം എന്നുമായിരുന്നു സംസാരം. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ കണ്ടു. റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ മൊഴിയെടുത്തു. ആ വാഹനത്തിലുണ്ടായിരുന്ന അനൗൺസറുടെ മൊഴിയെടുത്തു. ഇന്നലെ തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് ഇന്നലെ മുതൽ എൻ്റെ പ്രസംഗ സ്ഥലങ്ങളിൽ പോലീസ് സംരക്ഷണവും നൽകിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ വെച്ച് നമ്മളോട് ഇതുപോലെ മോശമായി പെരുമാറുകയും കത്തിച്ച് കളയുമെന്നും ജില്ല വിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ ഒരു വാദഗതിയുണ്ട്. ആ വാദഗതിയാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. അക്കരെ വെച്ച് ഇവർ പറഞ്ഞത് VS അച്യുതാനന്ദനെ കുറിച്ചൊന്നും പറയരുത്. VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ കത്തിച്ച് കളയും എന്നൊക്കെയാണ് സംസാരം. അപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കത്തിച്ച് കളയാനൊക്കെ CATUവിൻ്റെ ചില ക്രിമിനലുകൾക്ക് ആരാണ് അവകാശാധികാരം നൽകിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടന പ്രകാരം അങ്ങനെ കത്തിച്ച് കളയാനും അല്ലെങ്കിൽ ജില്ല വിട്ട് പോകാനും ഒന്നും പറയാനുള്ള അവകാശാധികാരമൊന്നും ആർക്കും കൊടുത്തതായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഭരണം നടത്തുന്നത് ഇലക്ഷൻ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അങ്ങനെ കത്തിക്കാനും ജില്ല വിട്ട് പോകാനെന്നുള്ള അവകാശം ചില CATUവിൻ്റെ ഗുണ്ടകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതിൽ എനിക്ക് ഇത് ചെയ്ത CATUവിൻ്റെ ഈ ഗുണ്ടകളോടോ അല്ലെങ്കിൽ ക്രിമിനലുകളോടോ പറയാനുള്ളത്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ VS അച്യുതാനന്ദനുമായിട്ടുള്ള ബന്ധം പറയരുത് എന്ന് ഈ ക്രിമിനലുകൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സൗകര്യമില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ 2003-2006 VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അത് പറയാതെ എനിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കഴിയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അന്ന് VS അച്യുതാനന്ദൻ നടത്തിയ പ്രവർത്തനങ്ങൾക്കൊക്കെ VS അച്യുതാനന്ദന് കൂടുതൽ പിന്തുണ കൊടുക്കാൻ കഴിഞ്ഞത് എൻ്റെ പൊതുജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കരുതുന്നു. രണ്ട്, VS അച്യുതാനന്ദൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. VS അച്യുതാനന്ദൻ എങ്ങനെയാണ് കേരളത്തിലെ CPM കൈകാര്യം ചെയ്തിരുന്നതെന്ന് നമുക്കറിയാം. VS അച്യുതാനന്ദനെ എന്താണ് ഇവിടുത്തെ CPM ചെയ്തത് എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ അതൊന്നും അവതരിപ്പിക്കാതെ, അതൊന്നും പറയാതെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക എന്നെ സംബന്ധിച്ചുള്ള അസാധ്യമാണ്. അതുകൊണ്ട് അതിനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി CATUവിൻ്റെ ക്രിമിനലുകൾക്ക് ഇനിയിപ്പം എന്നെ കൊണ്ട് കത്തിച്ച് കളയാനാണ് താല്പര്യം, ഇവർക്കൊന്ന് കത്തിച്ച് കളഞ്ഞോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം ഇതിനടുത്തുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് അവർ. അവരങ്ങ് കത്തിക്കണമെങ്കിൽ കത്തിക്കട്ടെ, പുതിയ രീതി ആയിരിക്കാം അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ വാദഗതികൾ ഈ CATUവിൻ്റെ ക്രിമിനലുകൾ ഉന്നയിക്കുന്നത് അത് അവർ സ്വയമേ എടുത്ത ഒരു തീരുമാനമാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതിൻ്റെ 2-3 അനുഭവങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 8-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ, കളക്ടറേറ്റിൽ ഞാൻ എൻ്റെ നാമനിർദ്ദേശ പത്രികയുടെ സ്ക്രൂട്ടിനിക്ക് ചെന്നപ്പോൾ അവിടെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി R. നാസർ ഉണ്ടായി. അപ്പോൾ R. നാസർ എന്നോട് വളരെ ഗൗരവത്തിൽ VS അച്യുതാനന്ദനെ പുകഴ്ത്തി പറഞ്ഞിട്ട് ഞങ്ങളെ താഴ്ത്തി പറയുകയാണല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അതേ വാദഗതി തന്നെയാണ് CATUവിൻ്റെ ഈ പറയുന്ന ക്രിമിനലുകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ ഞങ്ങളുടെ അടുത്ത് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇവരത് താഴെത്തട്ടിൽ എന്തെങ്കിലും ആലോചിച്ച് ചെയ്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സുസംഘടിതമായി എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഈ വാദഗതികൾ VS അച്യുതാനന്ദനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ
PS എക്സാമിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്ത കാര്യങ്ങൾ അതെല്ലാം ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് ഈ CITUവിൻ്റെ ഈ ക്രിമിനൽ റോഡിൽ പറയാനുള്ളത്. പിന്നെ എന്തിനാണ് ഇവർ എന്നോട് ഇത്ര പ്രകോപനം കാണിക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ 2014 ഒരു വർഷക്കാലം പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു. അതെന്നെ ഇല്ലാതാക്കും എന്നുള്ള തീരുമാനത്തിൻ്റെ വിവരങ്ങൾ അറിഞ്ഞ് അന്ന് സർക്കാർ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നതാണ്. പിണറായി സർക്കാർ തന്നെ 8 ദിവസം ജയിലിലിട്ടതാണ്. അതുകൊണ്ട് ഞാനന്ന് 100 വയസ്സ് വരെ ജീവിച്ചേക്കാം എന്നുള്ള ഉറപ്പൊന്നും കൊടുത്തിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ആളല്ല. അതുകൊണ്ട് ഇതുപോലുള്ള കത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണി കൊണ്ടൊന്നും നമ്മൾ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ പോകുന്നില്ല എന്ന് ഈ CITUവിൻ്റെ ക്രിമിനലുകൾ, CITUവിൻ്റെ സാമൂഹ്യ വിരുദ്ധന്മാർ, CITUക്കാർ മൊത്തം അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഭൂരിപക്ഷം നല്ല ആളുകളാണെന്നുള്ള അഭിപ്രായം എനിക്ക്. പക്ഷേ ഈ ക്രിമിനലുകളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ എടുത്തിട്ടുണ്ട്. ആ തുടർ നടപടികൾ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടനം തുടരും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് കൂടാതെ ചേർത്തലയിൽ പുന്നമട ബോട്ടിച്ചട്ടിക്ക് അടുത്ത് വെച്ചും ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നു. അവിടെയും പറഞ്ഞത് ഇതേ വാചകങ്ങൾ തന്നെയാണ് PS-നെ കുറിച്ച് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഉണ്ടായ 2-3 സംഭവങ്ങളും എല്ലാം ഒരേ വാദഗതിയായതുകൊണ്ട് ഇത് സുസംഘടിതമായി ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അതൊന്നും എൻ്റെ അടുത്ത് വില പോവില്ല എന്ന് എനിക്ക് പറയാൻ ഉള്ളൂ. അതിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് പരിപാടി ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്യട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ വലിയ പ്രതീക്ഷകളാണ് ശരിക്കും തന്നിട്ടുള്ളത്. VS അച്യുതാനന്ദൻ ആരുടെയും സ്വകാര്യ സ്വത്തൊന്നുമല്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയായി. കേരളത്തിൽ ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ജനകീയ സമര മേഖലയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. എത്രയോ ആളുകൾ എത്ര സമരവുമായിട്ട് അത്തരം സമാനമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതൊന്നും പാടില്ല എന്നും അതൊക്കെ ഞങ്ങളുടെ മാത്രം അവകാശമാണെന്നും ഞങ്ങൾ മാത്രമാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഒരു സങ്കല്പം അത് തികഞ്ഞ ഒരു ഫാസിസ്റ്റ് സമീപനം. അച്യുതാനന്ദൻ എന്ന് പറഞ്ഞിരിക്കുന്ന സഖാവ് അച്യുതാനന്ദൻ കേരളത്തിന്റെ പൊതുസ്വത്താണ്. അതുകൊണ്ട് തന്നെ ആർക്കും ആ സാധനം ഏറ്റെടുക്കുന്ന അവകാശമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഞങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല ഇപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൽ ഒരു കാര്യം പറയും, കഴിഞ്ഞ നാളുകൾ സഖാവ് അച്യുതാനന്ദൻ ചെയ്തു വന്ന കാര്യങ്ങൾ തുടർന്ന് ഞങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. അച്യുതാനന്ദൻ കേരളത്തിൽ നടത്തിയിരിക്കുന്ന പൊതുവായിട്ടുള്ള ജനകീയ സമരങ്ങളുടെ മാതൃകകളെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വീണ്ടും കൊണ്ടുവരും. അത്തരം പ്രശ്നങ്ങളിൽ വീണ്ടും വീണ്ടും ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കും. അത്തരം സമരങ്ങൾ നിരന്തരം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്നും പാടില്ല എന്നുള്ള അത്തരം വിലക്കുകൾ ഏർപ്പെടുത്താൻ ഇപ്പൊ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ കലൂരി വെച്ച് ഇതുപോലെ ജാഥ പോയപ്പോൾ മൈക്ക് ഓഫ് ചെയ്യാനൊക്കെ അവിടെയുള്ള ചില ഗുണ്ടകളൊക്കെ ഇതിൽ പറയുകയൊക്കെ ചെയ്തത്. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഈ ഭീഷണിപ്പെടുത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് കേരളത്തിൽ ഇപ്പോഴും ഭരിക്കുന്നവരൊക്കെ അത് ഓർക്കുന്നത് നല്ലതാണ്. എന്നും ഈ രീതിയിലൊന്നും സമൂഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഒതുക്കാമെന്നുള്ള നിലയിൽ അവർ കരുതല്ല. ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള വലിയൊരു ജനകീയ മുന്നേറ്റങ്ങൾ ഇവിടെ ഉണ്ടായി വരും. അതിന് തുടക്കമാണ് ശരിക്കും ആലപ്പുഴയിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകും. രാഷ്ട്രീയത്തിൽ അത്തരം കാര്യങ്ങൾ ജയിക്കാതെ വരുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല, ഞങ്ങളുടെ പരിപാടികൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, കേരളത്തിലെ 2 പ്രമുഖരായിട്ടുള്ള മുന്നണികളാണ്, ഒന്ന് LDF ഒന്ന് UDF. ഇതിലേറ്റവും പ്രമുഖരായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന 2 പാർട്ടികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM. ഇവരുടെ നിരന്തരമായി നമ്മുടെയൊക്കെ മീഡിയകളിൽ വന്നിരുന്ന് ചർച്ചയ്ക്ക് വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ പണം മോദി ഗവൺമെൻറ് എടുത്തുകൊണ്ടുപോയി, അതുപോലെ തന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം. നിങ്ങളതിനെ കേട്ടിട്ടുണ്ടാവും. കാരണം മോദിയുടെ കയ്യിൽ, നരേന്ദ്രമോദി BJPയുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ പണമുണ്ട്. അതുപോലെ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. സത്യത്തിൽ മരവിപ്പിക്കൽ ആ പണം മൊത്തം ഇന്ത്യൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്ത അൺഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഇവിടെ നടക്കുന്നത് എന്നാണ്
പ്രോ ലെഫ്റ്റ് ആയിട്ടുള്ളതും പ്രോ കോൺഗ്രസുമായിട്ടുള്ള എല്ലാ മീഡിയകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം നരേന്ദ്രമോദിയുടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് നടക്കുന്നത്. ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ നടക്കാത്തത് കൊണ്ടാണ് ഇന്ത്യ ഏതാണ്ട് 80% ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഇത് പറയുന്ന അതേ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ, അതായത് ഏറ്റവും കൂടുതൽ അത് ഉന്നയിക്കുന്നത് സീതാറാം യെച്ചൂരി ഡൽഹിയിൽ ഇത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പിണറായി വിജയൻ എന്ന ഗവൺമെന്റ് അതിനേക്കാൾ വലിയ ഡിക്റ്റേറ്റർഷിപ്പ് കാണിച്ചുകൊണ്ടാണ് കേവലം വളരെ സാധുവായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വാഹനം, അത് ആകെയുള്ള 2 വാഹനങ്ങളെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ വാഹനത്തിന്റെ ഡ്രൈവറെ ഇനി ആലപ്പുഴയിൽ നിന്ന് നീ ഇന്ന് തന്നെ ഓടിക്കൊള്ളാം, അല്ലെങ്കിൽ നിന്നെ കത്തിച്ചു കളയുമെന്ന് പറയുന്ന ഭീഷണി മുടക്കുന്നത്, ഈ വാഹനം തന്നെ കത്തിച്ചു കളയുമെന്ന് ഭീഷണി മുടക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. ഇത് ഇന്ത്യ രാജ്യത്ത് BJPക്കെതിരെ കളിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഒരു ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ അല്ല എന്നും തെരഞ്ഞെടുപ്പിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല എന്നും പറയുന്നവർ ഇവിടെ ഇതിന് മറുപടി പറയേണ്ട. ഇവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടോ? അപ്പൊ അത്തരത്തിലൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഇന്നലെ പോലും ഈ കഴിഞ്ഞ 3 ദിവസം 3 ഇൻസിഡന്റുകളായി നമുക്ക് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കേരളത്തിൽ പോലും നടക്കാത്ത രീതിയിലുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നു. പിണറായി വിജയനും CPM മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആരോപണം. ഇന്നലെ ഫെയർ ഇട്ടു. കണ്ടാലറിയാവുന്ന 4 പേർ കിട്ടുന്നുണ്ട്. ഇന്നലെയാണ് ഇട്ടത്. അപ്പൊ എന്റെ നടപടിക്രമം എന്തായാലും അറിയാം. ഇന്നലെ എന്റെ മൊഴി എടുത്തു. അതുപോലെ തന്നെ അവര് കൈ ചെയ്ത ഒരു പ്രവർത്തനമുണ്ട്. CATU-കാരനാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കാരണം CATU-ന്റെ ഓഫീസിൽ നിന്നാണ് വന്നത്. CATU-ന്റെ ആളുകൾ തന്നെയായിരുന്നു. കണ്ടാലും CATU-കാരൻ കണ്ടാൽ അവർക്ക് യൂണിഫോം കണ്ടാൽ അറിയാലോ. എന്തോ അല്ല, പരിക്കേറ്റതല്ല, കയ്യേറ്റം ചെയ്ത് പോകണമെന്നൊക്കെ വിളിച്ച് വലിച്ചു, ചീത്ത വിളിച്ചു, തെറി വിളിച്ചു. എന്തോ സതീഷ് എന്നാണ് സംബന്ധിച്ച് നമ്മൾ വിശദമായി പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ SP വിളിച്ചു, സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ FIR എടുത്തു. എന്റെ മൊഴി എടുത്തു, സതീഷിന്റെ മൊഴി എടുത്തു. അതിനുശേഷം എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഇന്നലെ പോലീസ് പ്രൊട്ടക്ഷൻ നൽകി. ഇന്നിപ്പോ എന്റെ നടപടിക്രമം കുറച്ചായിട്ട് എന്താ ഉണ്ടായത് നമുക്കറിയാം. ആക്രമണം ഉണ്ടായില്ല. വന്നിട്ട് മൈക്ക് എല്ലായിടത്തും പറയുന്നതാണ്, നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്തോ, നമ്മൾ VS സച്ചിദാനന്ദനെതിരെ ഒന്നും പറഞ്ഞു. ഇതാണ് പുനോടയിൽ വെച്ചുകൊണ്ട്. അപ്പൊ ഇത് 3ഉം ഒരേ വാദഗതിയാണ്. ഇതേ വാദഗതി തന്നെയാണ് ജില്ലാ സെക്രട്ടറി എടുത്തു വരുന്നത്. അതുകൊണ്ടാണ് ഇത് സുസംഘടിതമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇവരുടെ എല്ലാം ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് VS സച്ചിദാനന്ദനെ കുറിച്ച് നിങ്ങളൊന്നും പറയരുതെന്നാണ്. നമുക്കറിയാം, ഇതിനു മുമ്പുള്ള സ്റ്റേറ്റ് കമ്മിറ്റി സമ്മേളനത്തിൽ VS സച്ചിദാനന്ദന്റെ പേര് ഇവരെ അവസരപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളതിനകത്ത് VS സച്ചിദാനന്ദൻ ഇതിനെ പിന്തുണക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം VS സച്ചിദാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമാണ്. അപ്പൊ അത് നമുക്ക് ഇനി അങ്ങനെ പറയാതെ എങ്ങനെയാണ് റോൾ ചെയ്യാൻ കഴിയാത്തറിയില്ല. കാരണം ഒരു പ്രതിപക്ഷ നേതാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്നു. പേര് പറയാൻ പറ്റില്ല, പേര് പറഞ്ഞാൽ ഞങ്ങൾ കത്തിച്ച് കളയുന്നത് വേണ്ടി വരും നമ്മൾ ചെയ്യാനായി. അതാണ് ഈ 3 സ്ഥലത്തും ഒരേപോലെ അവർ ഡിമാൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ലാസ്റ്റ് കലമൂരി വന്നു തന്നെയാണ് പറഞ്ഞത് മൈക്ക് ഓഫ് ചെയ്യും, ഇത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ. VS-നെ മാത്രം പരാമർശിച്ചാൽ നമ്മൾ പറഞ്ഞില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാം. നിങ്ങൾ പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഉന്നയിക്കുന്ന വാദഗതി എന്ന് പറഞ്ഞാൽ 3 മുന്നണികൾ ഒരേ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്. ഒരാളിൽ നിന്നും പണം വാങ്ങിയാണ് ഇതിൽ ഒരു 2 പേർ പ്രവർത്തിക്കുന്നത്. ഒരേ പണക്കാരൻ്റെയും കള്ളപ്പണക്കാരൻ്റെയും കരിഞ്ചന്തക്കാരൻ്റെയും പിന്നെ ക്വാറി മാഫിയുടെയും കരിമണൽ കൊള്ളക്കാരൻ്റെയും പണം മേടിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു വാദം. BJP-യുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായി 14,000 കോടി രൂപ ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റ് കുത്തകയിൽ നിന്ന് വാങ്ങിയിട്ടാണ് അഴിമതിക്കെതിരെ. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ സ്വാഭാവികമായും VS സച്ചിദാനന്ദൻ ഒരു ഘടകമായിരിക്കും. അതിന്റെ കാരണം പലതാണ്. ഒന്ന്, VS സച്ചിദാനന്ദൻ 2003-2006 കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു പ്രതിപക്ഷ പ്രവർത്തനം. ആ പ്രതിപക്ഷ പ്രവർത്തനം ഇന്നും ജനങ്ങൾ അതിനെക്കുറിച്ചിട്ട് വളരെ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. ആ പ്രവർത്തനം നടത്തുന്ന സമയത്ത് VS സച്ചിദാനന്ദനോടൊപ്പം ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ഒരാളാണ് ഇവിടുത്തെ ഒരു സ്വന്തം സ്ഥാനാർത്ഥി. സ്വാഭാവികമായി അത് നമ്മൾ പറയും, അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ VS സച്ചിദാനന്ദൻ ഈ ജില്ലയിലുള്ള ആളാണ്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം VS സച്ചിദാനന്ദന്റെ പേര് പറയരുത് എന്ന് പറയുന്ന ഇവരാണ് VS സച്ചിദാനന്ദന്റെ പേര് ഒരിക്കലും പറയാതിരുന്നിട്ടുള്ളത്. VS സച്ചിദാനന്ദൻ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല് എറണാകുളം സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു. ആ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. ആ എക്സിബിഷനിൽ CPM-മായി ബന്ധപ്പെട്ടിട്ടുള്ള മരിച്ചതും ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരുടെയും പടം ഉണ്ടായിരുന്നു.
അപ്പൊ അവിടെ വി എസ് അച്യുതാനന്ദൻ പേരിട്ട ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിയുടെ പേര് വി എസ് അച്യുതാനന്ദൻ. ആ കുട്ടിയും ആ കുട്ടിയുടെ പിതാവും കൂടെ അവിടെ വന്ന് ആ എക്സിബിഷൻ മുഴുവൻ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് ആ കുട്ടി ഈ പിതാവിനോട് ചോദിച്ചാൽ വി എസ് അച്യുതാനന്ദന്റെ ഫോട്ടോ പോലും അവിടെ കാണുന്നുണ്ട്. അപ്പോ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേ അറ്റം അങ്ങനെ പീഡിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ അതെല്ലാം ചെയ്തിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായും വി എസ് അച്യുതാനന്ദന്റെ പേര് പറയുമ്പോൾ ഒരു അലോസരം ഉണ്ടാവും. നമുക്കറിയാം 2016 തന്നെ വി എസ് അച്യുതാനന്ദനെ കാണിച്ചാണ് 140 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് പോയത്. അതിനുശേഷം വി എസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ കണ്ടതാണ്. 2001, 2006 കാലഘട്ടത്തിൽ വി എസ് ജനങ്ങൾക്ക് വേണ്ടി പ്രൗഢോജ്വലമായിട്ടുള്ള പ്രവർത്തനം നടത്തുമ്പോഴെല്ലാം ഈ കേരളത്തിലെ പാർട്ടി നേതൃത്വം വി എസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നമ്മൾ കണ്ടതാണ്. 2006 വി എസിന് സീറ്റ് പോലും കൊടുക്കാമെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ പാർട്ടി ഇപ്പോൾ വി എസ് ഞങ്ങളുടെ സ്വത്താണ്, ഞങ്ങളുടെ മാത്രം സ്വത്താണെന്ന് പറയുന്നതിനകത്തൊരു ഒരു യുക്തി ഭദ്രതയില്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പ്രചരണം അത് കേന്ദ്രീകരിച്ചല്ല, പക്ഷെ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു വിഷയമാണ്. സ്വാഭാവികമായും ഇന്ന് ഇത്രയും അഴിമതിയിലും ഇതിലൊക്കെ മുങ്ങി നിൽക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉള്ളപ്പോൾ അതിനെതിരെ പോരാടിക്കൊണ്ടിരുന്ന ഒരാൾ CPM-നകത്ത് ഉണ്ടായിരുന്നുവെന്നും അയാൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല പൊതുമണ്ഡലത്തിന്റെയും ഒരു സ്വത്തായിരുന്നുവെന്നും ഉള്ള കാര്യം വോട്ടർമാരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള CPM-നെ അലോസരപ്പെടുത്തുന്നു. ആ അലോസരപ്പെടുത്തുന്നത് കൊണ്ടാണ് എല്ലായിടത്തും ഒരേ വാദഗതി ഉയർന്നത്. അല്ലാതെ ഒരു സ്ഥലത്തും നിങ്ങൾ CPM അഴിമതിക്കാരുടെ പാർട്ടിയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ CPM കരിമണക്കർത്താവിൽ ഇരുന്ന് പണം മേടിച്ചിട്ട് ഉണ്ട് എന്ന് പറയുന്നത്, അങ്ങനൊന്നും പറയുന്നില്ല. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണ്? UDF-ന്റെ അടുത്തും പ്രശ്നമില്ല, BJP-യുടെ അടുത്തും പ്രശ്നമില്ല. BJP-ക്കും എതിരെയും അവരുടെ നിർത്തിയിട്ടില്ല, UDF-നെതിരെയും അവരുടെ നിർത്തിയിട്ടില്ല. ഇതെല്ലാം ഉണ്ടാകുന്നത് ഒരു പാവപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എനിക്കെതിരായിട്ടാണ്. എനിക്ക് ആകെപ്പാടെയുള്ള ഒരു പ്രചരണ വാഹനമാണ്. അത് കത്തിക്കുന്നതൊന്നും എനിക്ക് മുതലാവില്ല. കാരണം എൻ്റെ വേറെ ഒന്നും ഇല്ല, ഇത് മാത്രമേ എൻ്റെ ഉള്ളൂ. മനസ്സിലായി? അതൊക്കെ കത്തിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇനി ഏത് ദൈവം തമ്പഴാൻ വന്നു കഴിഞ്ഞാൽ അതിന് ഞങ്ങൾ തടയും, ഞങ്ങൾ അത് അനുവദിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭരണഘടനയുടെ കീഴിൽ ജീവിക്കുന്ന പൗരന്മാരാണ് ഞങ്ങളെല്ലാവരും. ഭരണഘടന ആർക്കും കത്തിക്കാനും ഓടിക്കാനും ഒന്നുള്ള അവസരം കൊടുത്തില്ല. അതിനൊന്നും ഞങ്ങൾ ഒരു ഇഞ്ച് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഇനിയിപ്പോൾ 2 CIT-കാർക്ക് പോലെ 200 CIT-കാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് അതിനെ തടയാവുന്നത് ഞങ്ങൾ തടയും. കാരണം അത് ഞങ്ങളുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. ഞങ്ങൾ 29-ാം തീയതി മുതൽ ഞങ്ങൾ അരുവും തുടങ്ങി. ഞങ്ങൾ 28-ാം തീയതി അരുവും തുടങ്ങി. ഞങ്ങൾ കരുനാഗപ്പള്ളി വരെ പോയി. കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരിച്ച് ഓരോ മണ്ഡലങ്ങളും കടന്ന് ഞങ്ങൾ ഇന്നലെ ആലപ്പുഴയിൽ വൈകിട്ട് മുല്ലക്കൽ ജംഗ്ഷനിൽ പ്രസംഗിച്ചു, വഴിച്ചേരി ജംഗ്ഷനിൽ പ്രസംഗിച്ചു, സക്കറിയ ബസാർ പ്രസംഗിച്ചു, ബീച്ചിലും പ്രസംഗിച്ചു. 4 ഏറ്റവും ജനസാന്ദ്രമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിച്ചു. ഞങ്ങൾ ഇന്ന് രാവിലെ കല്ലൂർ സ്ഥലങ്ങളിലേക്ക് പോകണം. ഒരു കാര്യം ഞാൻ പറയാം, ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന്. ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം വോട്ടായി മാറുന്നു, അത് ഇതൊന്നും ഞങ്ങളുടെ അവകാശമാണല്ലോ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിലുള്ള പരിമിതി വെച്ച് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഞങ്ങൾ തടയാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പല്ലും നിറവ് ഉപയോഗിച്ചിട്ട് ഏത് വലിയവനായാലും ഞങ്ങൾ തടയും. കാരണം അത് ഞങ്ങളുടെ ജനാധിപത്യ അവകാശമാണ്. അതൊന്നും ഇല്ലാതാക്കാൻ ഒരാളെ ഞങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല. ഇത് റിട്ടേണിംഗ് ഓഫീസർക്ക് ബോധ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്ക് അതിനുള്ള സംരക്ഷണവും ഞങ്ങൾ തന്നിട്ടുള്ളത്. ഞങ്ങൾ പ്രകോപനപരമായി ഒരു കാര്യവും ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാര്യകാരണ സഹിതം യുക്തിഭദ്രമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ കുറേ റീലുകൾ കൊടുത്തിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. അതിൻ്റെ എല്ലാവരുടെയും അനുഭവം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ പ്രകോപനപരമായി ഒന്നും ഞങ്ങൾ ഒരു മുന്നണിക്കെതിരെയും പറയുന്നില്ല. എല്ലാ ഭരണഘടനയ്ക്കനുസരിച്ച് അതിനകത്ത് മുന്നോട്ട് പോകുന്നു. അതെ.